അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഒരു ദിവസം ഒരു ഉമ്മയും ഉപ്പയും കൂടി അവരെ വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സായ ഒരു മകളായിട്ട് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ അവർക്ക് ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ ആ ഉമ്മയും ഉപ്പയും പറയുന്നത് ഇനി ഇവളുടെ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. ആദ്യത്തെ കല്യാണം ഇവളുടെ കാരണമാണ് ഡിവോഴ്സായത്. രണ്ടാമത്തെ കല്യാണത്തിന് തയ്യാറെടുപ്പിലാണ്. ഒന്ന് കൗൺസിലിംഗ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ആ ഉമ്മയും ഉപ്പയും കൊണ്ടുവരണത്. അപ്പോൾ ഇവളുടെ ഒരു പിടിപ്പുകേട് തന്നെ എപ്പോഴും ഭർത്താവിനെ കുറ്റം പറയുക, മക്കളെ ചീത്ത പറയുക, എല്ലാവരോടും വഴക്ക്, എല്ലാവരോടും ദേഷ്യം, പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം പിടിക്കുക. ആ ഒരു ദേഷ്യം പിടിച്ചിട്ട് ഭർത്താവ് നല്ലൊരു മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ മരുമകൻ നല്ലൊരാളായിരുന്നു, നല്ല സ്നേഹമുള്ളവനാണ്. ഞങ്ങൾക്ക് അവൻ ഒരുപാട് സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകലുണ്ട്, നല്ല പെരുമാറ്റം. പക്ഷേ എന്താണെന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ മകളുടെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ പടച്ചോൻ്റെ ഒരു തൗഫീക്ക് അത്ര ഉണ്ടാവുള്ളൂ. 2 കുട്ടികളാണ്. ഒരു കുട്ടി ഓൻ്റെ കൂടെയാണ്, ചെറിയ കുട്ടി ഇവളുടെ കൂടെ ഉണ്ട്. പിന്നെ കുട്ടികൾക്കും ഇവളുടെ ഇഷ്ടമല്ല. ഇതിപ്പോൾ ഈ ചെറുതായ കാരണം ഇവളുടെ കൂടെ നിൽക്കുകയാണ്. ഇങ്ങനെ കുറേ പരാതികളാണ് ആ ഉമ്മയും പറഞ്ഞത്. ഇത് ഭർത്താവ് ഒന്ന് പറയുമ്പോഴേക്ക് തിരിച്ച് 2 എണ്ണം അങ്ങോട്ട് പറയും. ഭർത്താവിനെ തല്ലാൻ വരെ ഇവൾ കയ്യോങ്ങിയിട്ടുണ്ട്. അതിൽ തല്ലിയേക്കണമെന്നൊക്കെ സംശയമുണ്ട്. പക്ഷേ നല്ലൊരു മനുഷ്യനായിട്ടും കുറേയേറൊക്കെ അയാൾ ക്ഷമിച്ചു. പിന്നെ അയാൾ ഡിവോഴ്സിൻ്റെ ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങളും പിന്നെ എതിരൊന്നും പറഞ്ഞില്ല. എന്തായാലും ഇപ്പോൾ അത് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ പോവുകയാണ്. നല്ലൊരാൾ വന്നിട്ടുണ്ട്, അയാൾക്ക് ചെറിയൊരു കുട്ടിയുണ്ട്, ഭാര്യ വാഹനാപകടത്തിൽ മരിച്ചതാണ്. ഇനി നേരത്തെ ഉണ്ടായ വിവാഹത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും രണ്ടാമത്തെ കല്യാണത്തിൽ ഉണ്ടാവരുത്. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടൊരു പരിചയത്തിലാണ് ഇവരെൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു സ്ത്രീയോട് ഫസ്റ്റത്തെ ഒരു സിറ്റിംഗ് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, രണ്ടാമതൊരു ദിവസം വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ഒരു ദിവസം വന്നു. ആ സ്ത്രീയോട് ഞാൻ സംസാരിച്ചു. സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭർത്താവ് എല്ലാവരുടെ മുന്നിലും മാന്യനാണ്, വീട്ടുകാരുടെ മുന്നിൽ മാന്യനാണ്, സ്വന്തം അമ്മോശമാപ്പ അമ്മായിമ്മയുടെ മുന്നിൽ മാന്യനാണ്. പക്ഷെ ഈ ഭാര്യനെ മാനസികമായിട്ട് നന്നായിട്ട് പീഡിപ്പിക്കും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പല സ്ത്രീകൾക്കുള്ളൊരു അനുഭവമായിരിക്കും. ഭർത്താവ് തന്നോട് എങ്ങനെയാണ് മോശം പെരുമാറ്റം. പല ആളുകളുടെ വിചാരം എന്താണെന്നറിയോ, നല്ല വാപ്പയാണ്, അതായത് ഒരു ഫാദർ എന്ന നിലയ്ക്ക്, ഒരു ഉപ്പ എന്ന നിലയ്ക്ക് ആൾ ഭയങ്കര ഡീസൻ്റാണ്, ഒരു ഉമ്മാൻ്റെ മകൻ എന്ന നിലയ്ക്ക് ആൾ ഡീസൻ്റാണ്, ഒരു മരുമകൻ നിലക്ക് ഡീസൻ്റാണ്. പക്ഷെ ഒരു ഭർത്താവ് നിലക്ക് ഡീസൻ്റ് ആയിരിക്കില്ല. ഭാര്യയ്ക്ക് ഏത് റോളാണ് അറിയേണ്ടത്? ഭാര്യ ആദ്യം നോക്കുക എന്താണ്, തന്നോടുള്ള പാർട്ട്ണർ ഭർത്താവിൻ്റെ പെരുമാറ്റം എങ്ങനെയാണ്. ആ പെരുമാറ്റം മോശമാണെങ്കിൽ ആ ഒരു ഭാര്യയുടെ ഒരു അവസ്ഥ, ഈ ഒരു ഭാര്യയ്ക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇയാളൊരു നാർസിസ്റ്റിക് സ്വഭാവമാണ്. അതായത് മറ്റുള്ളവരുടെ മുന്നിലൊക്കെ അയാളുടെ പബ്ലിക് ലൈഫ് ഭയങ്കരമായിട്ട് മാന്യമാണ്. അയാൾ എല്ലാവരോടും നല്ലപോലെ പെരുമാറുന്നുണ്ട്, ആരെ കണ്ടാലും സൽക്കരിക്കും, എത്ര വിരോധമുള്ളവരാണെങ്കിലും സ്നേഹത്തോടെ പെരുമാറും. മക്കൾക്ക് എന്താവശ്യങ്ങളുണ്ടോ അവരെ മെറ്റീരിയൽ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിച്ചു കൊടുക്കും. അതായത് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ വേഗം മേടിച്ചു കൊടുക്കണം. കാരണം കുട്ടികൾക്ക് വാപ്പാനെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മയാണെങ്കിൽ ഈ ഒരു ഭർത്താവിൻ്റെ മാനസിക ശാരീരിക പീഡനങ്ങൾ കാരണം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഈ പൊട്ടിത്തെറി മുഴുവനും കൊണ്ടേ കാണിക്കുന്ന ആരുടെ മേലായിരിക്കും, മിക്കവാറും മക്കളുടെ മേലാവും. അങ്ങനെ മക്കൾക്കും ആരോട് വിരോധമായി, ഈ ഉമ്മാനോട് വിരോധമായി. ആരാണ് ശരിക്കും വില്ലൻ? വില്ലെന്ന് പറയുന്നത് ഇയാളാണ്. പക്ഷേ ആളുകൾ കണ്ട വില്ലത്തരം ആരുടേതാണ്? ഈ ഒരു ഭാര്യയുടേതാണ്. ഇങ്ങനെ കുറേയേറെ കുടുംബങ്ങളുണ്ട്. യഥാർത്ഥ വില്ലന്മാർ ഒളിച്ചു നിൽക്കും. നമ്മൾ ചോദിക്കുമ്പോൾ പറയും എന്താണ്, ഹേയ് എന്താപ്പോൾ അയാൾക്ക് ഇപ്പോൾ ഒരു സ്വഭാവത്തിന് കുറവ്, നല്ലൊരു പെരുമാറ്റം, അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അവൾക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ്. കുറ്റം മുഴുവനും പെണ്ണുങ്ങളെ തലയേക്കം കണ്ടിടും. ഇങ്ങനെ എത്രയോ കുടുംബങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വില്ലന്മാരുണ്ട്. സ്ത്രീകളൊരവസ്ഥ എന്താണെന്നറിയോ, ഒന്നാമത് കുറേ പഠിച്ചാലും അവരൊരു ജോലിക്ക് വിട്ടിട്ടുണ്ടാവില്ല, അതിൻ്റെ ഒരു പ്രയാസം അവർക്കുണ്ട്. പിന്നെ ഈ ഭർത്താവിൻ്റെ നാർസിസ്റ്റിക് സ്വഭാവം, അതായത് പുറമേക്കൊക്കെ മാന്യനും നല്ല സഹൃദയനും, ഒരാൾ കേട്ടാൽ ഈ ഭർത്താവിൻ്റെയൊക്കെ ഒരു തെറ്റുണ്ട് തോന്നൂല. പിന്നെ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമോ അയാൾക്ക്? ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ പെണ്ണിന് അതും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാവരുടെ കാഴ്ചയിലും പ്രശ്നക്കാരി ആരായിട്ട് മാറുകയാണ്, ഈ സ്ത്രീയായിട്ട് മാറണം. ഇവർക്കിത് പറയണമെന്നും പ്രസൻറ്റ് ചെയ്യണമെന്നും ഉണ്ട്. മക്കൾ പോലും ഉമ്മാൻ്റെ അടുത്ത് പോയി ഉമ്മ എപ്പോഴും ചീത്ത അറിയാണ്. അപ്പം സാരില്ല മോനെ, അത് ഉമ്മ അങ്ങനെ തന്നെയാണ്, അമ്മരൊന്നും അതിനൊരു നല്ലൊരു കുടുംബത്തിൽ പറക്കാത്തതുകൊണ്ടല്ലേ മക്കൾ ഇങ്ങോട്ട് പോരെ. ആ ഒരു പറച്ചിൽ എന്നുള്ളത് മക്കൾ വേഗം ചെല്ലും. മക്കൾക്ക് ചോക്ലേറ്റ് കൊടുന്നു കൊടുക്കുന്നത് ആരാണ്? മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന നോട്ട്സ് ബുക്കും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്ന ആളാരാണ്? അവരുടെ കൂടെ നിൽക്കുകയാണ്. സത്യത്തിൽ ഇയാളോളം ഗുരുതരമായ വില്ലൻ മറ്റൊരാളുണ്ടാവില്ല. കാരണം ഇയാൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഈ കുട്ടികൾക്ക് വലുതാകുമ്പോഴാണ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക. കുട്ടികൾ കണ്ടു പഠിക്കുന്നത് വാപ്പയും ഉമ്മയും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പും അതേപോലെ മെൻ്റൽ റിലേഷൻഷിപ്പും എങ്ങനെയാണ് നോക്കിയിട്ടാണ്. ഉമ്മ ഒരു നാർസിസ്റ്റിക് അല്ലാത്തത് കൊണ്ട്, ഉമ്മ റിയലിസ്റ്റിക്കായ ഒരാളായതുകൊണ്ട് ഉമ്മ പൊട്ടിത്തെറിക്കുന്നതാണ് ആര് കാണുന്നത്? മക്കളെ കാണുന്നത്. ഈ മക്കൾ വലുതാകുമ്പോഴാണ് ആ മക്കളെ ഇൻസെക്യൂരിറ്റി ആക്കിയിട്ട് മക്കളുടെ ബിഹേവിയറിൽ വരെ പ്രശ്നങ്ങളാക്കി മാറ്റിയിട്ടുണ്ടാവുക ഒരു ഭർത്താവ്. പലപ്പോഴും പല കുടുംബങ്ങളിലും നടക്കുന്നൊരു സംഭവമാണ്. നല്ല ഭർത്താവാവാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ് നല്ലൊരു പിതാവാൻ കഴിയുള്ളൂ.
കുട്ടികളുടെ നല്ല പിതാവാവാൻ കഴിയണം എന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവാവണം. നല്ല ഭർത്താവല്ലേ ഭാര്യയോട് ഒരു സ്നേഹവും ഇല്ല, പരിഗണനയില്ല, റെസ്പെക്റ്റും ഇല്ല. റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഭാര്യ വരുമ്പോൾ എഴുന്നേറ്റ് കിടന്നല്ല, ഭാര്യക്കും ചിന്തിക്കാനും ഭാര്യക്കും തോന്നലൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഒരു വിചാരം ഉണ്ടാവുന്ന ഒരു ഭർത്താവണം. ആ ഉമ്മാനും ഉപ്പാനും ഞാൻ 3ാമത്തെ സിറ്റിങ്ങിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകളുടേതല്ല പ്രശ്നം, പ്രശ്നം നിങ്ങളടങ്ങുന്ന സൊസൈറ്റിക്കാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മകളോട് കൃത്യമായിട്ട് നിങ്ങൾ സംസാരിക്കലുണ്ടോ? നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മകളിന് ഒരാളെ ഭാര്യയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നൊരു മരുമോനാണ്, നല്ല പെരുമാറ്റമാണ്, മക്കളോടൊക്കെ നല്ല മെറ്റീരിയലി സ്നേഹം കാണിക്കുന്ന ഒരാളാണ്, അപ്പോൾ ഡീസൻ്റായി വിചാരിക്കാം. ഒരു കമ്പനിയിൽ ആ കമ്പനിയിൽ നല്ല വരുമാനം ഉണ്ടാക്കി തരുന്നൊരു മാനേജറെ കമ്പനിക്ക് ഇഷ്ടാവോ ഇല്ലേ? കമ്പനിക്ക് ഇഷ്ടമാണ്, കാരണം കമ്പനിക്ക് ഒരുപാട് റവന്യൂ ഉണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ആ മാനേജർ തൊഴിലാളികളോട് അടിച്ചമർത്തലുകളും എന്താ പറയുക സമയത്തിനപ്പുറം പണിയെടുപ്പിക്കലുമാണെങ്കിൽ ആ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ആ മാനേജർ ശരിയാണോ തെറ്റാണോ? പൂർണ്ണമായിട്ടും തെറ്റാണ്. കാരണം തൊഴിലാളി വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ നടപടികളിലൂടെയാണ് ആ ഒരു കമ്പനിക്ക് മാനേജർ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതേപോലെയാണ് പല കുടുംബങ്ങളിലും. പുറമേക്ക് കാണുന്ന സാധനങ്ങൾ മേടിച്ചു കൊടുക്കുന്ന, സഹായങ്ങൾ ചെയ്യുന്ന, കാണുമ്പോൾ ചിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് നമ്മൾ മാർക്കിടും, ഗുഡ് അല്ലേ, 100ൽ 100 മാർക്ക്. അയാളുടെ ചെയ്തികൾ കാരണം ഇപ്പുറത്ത് വേവുന്ന ഒരു പാവം ഒന്നുകിലും ഉമ്മയോ സ്ത്രീയോ ആരെങ്കിലും ഒരാളുണ്ടാവും, ഭാര്യയോ ആരെങ്കിലും ഒരാളുണ്ടാവും. അവരെന്നിട്ട് അവർ ആ മൂടിയായിട്ട് മാറുമ്പോൾ, അവർ പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ മാർക്കിടും, കണ്ടില്ലേ പെരുമാറ്റ വൈകല്യം. എന്തുകൊണ്ടാണ് അതങ്ങനെ ആയതെന്ന് നിങ്ങൾ മനസ്സിലാക്കലുണ്ടോ? ആ മനസ്സിലാക്കൽ പരാജയപ്പെട്ടപ്പോഴാണ് നിങ്ങളുടെ മകൾ തകർന്നു പോയത്. കാരണം ആ ഒരു പെൺകുട്ടി 2ാം വിവാഹത്തിന് തയ്യാറാവണില്ല. 2ാം വിവാഹത്തിന് പറ്റുന്ന അവർക്കറിയാവുന്ന നല്ലൊരു കുടുംബം വന്നിക്കാണ്. ആ കുടുംബം വന്നിട്ട് ഈ പെണ്ണെന്താവണില്ല, സെറ്റാവാത്ത എന്തുകൊണ്ടാണ്? ഫസ്റ്റത്തെ ഒരു അനുഭവം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു നാസ്റ്റിക്കായൊരു ഭർത്താവിനെ കിട്ടിയിട്ടുള്ളത്. ആളുകളാരും തൻ്റെ ഭാഗം വിശ്വസിക്കണില്ല. ആ ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ച ജീവിതം ആ സ്ത്രീക്ക് നരകതുല്യാണ്. കാരണം അയാൾ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും മുന്നിൽ ഡീസൻ്റാണ്. ഒന്ന് വീട്ടിലേക്ക് പോകണമെങ്കിൽ 10ഉം 16ഉം തവണ ഇങ്ങനെ പിന്നാലെ നടന്ന് ചോദിക്കണം, ഞാൻ ഉമ്മാനെ കാണാൻ പോട്ടെ, അതിൻ്റെ എനിക്ക് ഉമ്മാനെ കണ്ടിട്ട് എൻ്റെ ഉമ്മാനെ കണ്ടാളെ ഇങ്ങനെ കിടന്നിട്ട് പുറമേക്ക് ചോദിക്കുമ്പോഴോ ടൂറ് പോകുന്നുണ്ട്, എപ്പോഴും യാത്ര ഉണ്ട്, ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ പോലും ഈ പെണ്ണിനോട് ചോദിക്കൂല എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളത്. മൂപ്പരങ്ങോട്ട് ഓർഡർ ചെയ്യും, മൂപ്പരങ്ങോട്ട് തിന്നും. അത് ഈ പെണ്ണ് ഇഷ്ടപ്പെട്ടോളണം. ആ പെണ്ണിനൊരു ഇഷ്ടമുണ്ട്, എനിക്ക് ചോദിക്കും എനിക്ക് തന്നെ വേണ്ടേ, ആ ഒരു ചോദ്യം തന്നെ എന്താ പറഞ്ഞു വെച്ചാൽ അത് ഞാൻ കഴിച്ചോളാം. പബ്ലിക് ലൈഫ് വളരെ ഡീസൻറ്റ്, പ്രൈവറ്റ് ലൈഫ് എന്താണ് വളരെ വളരെ മോശം. നമ്മുടെ പ്രൈവറ്റ് ലൈഫ് നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ നന്നായിട്ടില്ലേ, നമുക്ക് നല്ലൊരു വാപ്പയാവാനുള്ള അവകാശമില്ല. പല കുടുംബങ്ങളും നിങ്ങൾ ഇവിടെ ചോദിക്കട്ടോ, പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തുന്നത് ഈ നാസ്റ്റിക്കിൻ്റെ സ്വഭാവമുള്ള ഭർത്താവ് ഇപ്പുറത്തുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ആ ഉമ്മാനും ഉപ്പാനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പെണ്ണുമോളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, അതായത് ആ ഉമ്മയും ഉപ്പയും ചെയ്തൊരു പിഴവ് തിരിച്ചറിഞ്ഞപ്പോൾ ആ മകൾക്കും സന്തോഷമായി. അങ്ങനെ 2-3 ഒരു 4-5 സിറ്റിങ്ങിന് അവർ വന്നപ്പോൾ ആ സ്ത്രീ കല്യാണത്തിന് ഭയങ്കര വെല്ലിങ്ങായി. തൻ്റെ പിഴവല്ല, തൻ്റെ ലൈഫ് തകരാൻ തൻ്റെ പിഴവ്. കാരണം അവരേറ്റവും സങ്കടപ്പെടുത്തിയത് മക്കൾ പോലും തന്നെ മനസ്സിലാക്കിയില്ല. ഞാൻ പറഞ്ഞു ആ മക്കൾക്ക് തിരിച്ചറിയുന്നൊരു കാലം വരും. ഇപ്പോൾ ഒരാൾ മാത്രം, ആൺകുട്ടി മാത്രമാണ് ആ ഭർത്താവിൻ്റെ കൂടെ നിൽക്കുന്നത്. കുട്ടി ഇങ്ങോട്ട് വരാനും കാണലൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടിക്ക് എന്തുണ്ടെങ്കിലും ആവശ്യങ്ങൾ അവരോട് ചോദിക്കുക. അതായത് ഇവർ പിണങ്ങി നിൽക്കുന്ന സമയത്തൊക്കെ കുട്ടികൾ വല്ലാതെ ഈ ഉമ്മാനെ ദ്രോഹിച്ചിട്ടുണ്ട്. ഉമ്മ ചീത്തയാണ്, ഉമ്മ എപ്പോഴും ദേഷ്യം ഉമ്മ എന്തുകൊണ്ടാണ് ഈ ദേഷ്യം പിടിക്കുന്നത് എന്ന് മക്കൾക്ക് മനസ്സിലാവാനായിട്ടില്ല. അതാവുന്ന സമയത്ത് അവരിലൊരു വാപ്പയും ഉമ്മയൊക്കെ ഉണ്ടാവുന്നൊരു കാലം ഉണ്ടാവില്ലേ, അപ്പോഴത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ഒരു സ്വഭാവ സവിശേഷതയുള്ള ആളുകളെ കാണുമ്പോൾ നിങ്ങളൊരു നല്ല കൗൺസിലിങ്ങിനെ കൊണ്ടുപോവുക. എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഓരോരുത്തരുടെ സ്വഭാവത്തിന് പിടിച്ച് മാർക്കിടണ്ട. നമ്മുടെ പബ്ലിക് ലൈഫ് നന്നായത് കരുതിയിട്ട് നമ്മൾ ഉഷാറാണെന്ന് കരുതണ്ട. പ്രൈവറ്റ് ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം എന്ന്. പിന്നെ സീക്രട്ട് ലൈഫ് ഉണ്ട്, അതിക്ക് നമ്മൾ കയറണ്ട. അത് ഓരോരുത്തരുടെയും ഉള്ളിൽ സ്വകാര്യതകളുണ്ടാവും. ആ സ്വകാര്യതകൾ ചില പൊരുത്തക്കേടുകളും ചില പ്രശ്നങ്ങളും ചില സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് മറ്റാൾ ചികഞ്ഞ് അന്വേഷിക്കുമ്പോൾ ആ കുടുംബ ബന്ധം തകരാ ചെയ്യുക. പ്ലാസ്റ്റിക്കായ സ്വഭാവമുള്ളൊരു ഇത് ഭാര്യയ്ക്കും ഉണ്ടാവട്ടോ. ഈ സ്വഭാവം ഭാര്യയ്ക്ക് ഉണ്ടാവും, ഭർത്താവും കൊടുക്കും. അതായത് ഭാര്യ എല്ലാവരും മുന്നിൽ നല്ല പെരുമാറ്റം, പക്ഷേ ഭർത്താവിനോടോ ഭയങ്കര അടിച്ചമർത്തലുകൾ, ഭർത്താവ് അനങ്ങാൻ സമ്മതിക്കാത്ത, സ്വന്തം ഉമ്മാനെ പോലും കാണാൻ പോലും സമ്മതിക്കാത്ത ഭാര്യമാരുണ്ട്.
നാർസിസ്റ്റിക് സ്വഭാവമുള്ളത്. അപ്പോൾ എല്ലാവരും കേട്ട് നല്ല മരോളാട്ടാ, എൻ്റെ മോൻ എന്താ ഒരു മനുഷ്യന്മാരോട് പെരുമാറാൻ പറ്റാത്ത, ഇവളുടെ മാനസിക പീഡനത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത സ്വഭാവമുള്ള ധൈര്യമില്ലാത്ത ആണുങ്ങളും ഉണ്ടാവും. പക്ഷെ കൂടുതൽ ഈ സ്വഭാവം കാണൽ ആരിലാണ്? പുരുഷന്മാരിലാണെന്ന് മാത്രം. അപ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നൊരു മൃഗമുണ്ട്. ഏതാണ് ആ മൃഗം എന്നുള്ളതാണ്. ഓപ്ഷനൊന്നും ഞാൻ പറയുന്നില്ല, വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇതുപോലും അറിയാത്തവരുണ്ടാവോ? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒരു മൃഗം ഏതാണ്? ആ മൃഗം, ആ മൃഗത്തിൻ്റെ പേര് നിങ്ങൾ ഉത്തരമായിട്ട് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.